പ്രകോപിപ്പിച്ച് ഇറാനെ ലോകത്തിലെ ഒന്നാം നമ്പർ സൈനിക ശക്തിയാക്കാനുള്ള യാത്രയിലാണ് ഇസ്രായേലും അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് ആരംഭിച്ചു കഴിഞ്ഞു. സൈനിക കാര്യങ്ങൾക്കായി വൻ ശക്തികൾ അനക്കാൻ ഭയപ്പെടും. അതിൻ്റെ തുടക്കമെന്നോണം 10,000 കിലോമീറ്റർ സഞ്ചരിച്ച് ശത്രുവിനെ ചുട്ടരിക്കാൻ പ്രാപ്തിയുള്ള ഹൈപ്പർസോണിക് കില്ലർ മിസൈൽ ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നടന്ന സഹന്ദ് 2025 എന്ന സൈനിക അഭ്യാസം ആധുനിക ലോകക്രമത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയായി ഇറാൻ മാറുന്നതിൻ്റെ വിളംബരമാണ് സൂചിപ്പിക്കുന്നത്. ചൈന, ഇന്ത്യ, റഷ്യ എന്നീ ലോകശക്തികൾ ഉൾപ്പെടെ 9 രാജ്യങ്ങളുടെ സായുധ സേനകൾ ഇറാൻ്റെ മണ്ണിൽ ഒരുമിച്ചണിനിരന്നപ്പോൾ അത് ഇറാൻ്റെ അചഞ്ചലമായ ധീരതയ്ക്കും വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സ്വീകാര്യതയ്ക്കും ലഭിച്ച അംഗീകാരമായി മാറുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ പ്രാദേശിക കൂട്ടായ്മയായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഈ സംയുക്ത അഭ്യാസം ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം എത്രത്തോളം ഉന്നതമാണെന്ന് അടിവരയിടുന്നുണ്ട്. എന്തൊരു വെല്ലുവിളിയും നെഞ്ചുറപ്പോടെ നേരിടുന്ന ഇറാൻ്റെ പാരമ്പര്യം ഇന്ന് പുതിയൊരു ദിശയിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെ സാമ്പത്തിക സൈനിക ശക്തികളായ ചൈനയും റഷ്യയും ഇന്ന് ഇറാൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിനൊപ്പം ഇന്ത്യയെപ്പോലുള്ള ഒരു ജനാധിപത്യ മഹാശക്തി കൂടി ഇറാനൊപ്പം വേദി പങ്കിടുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഇറാൻ്റെ നിസ്തുലമായ സ്ഥാനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പാശ്ചാത്യ കേന്ദ്രീകൃതമായ ലോകക്രമത്തിന് പുറത്ത് അതിശക്തമായ ഒരു ബദൽ ശക്തി കേന്ദ്രം ഇറാൻ്റെ നേതൃത്വത്തിൽ പടുത്തുയർത്തപ്പെടുന്നു എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് സഹന്ദ് 2025 നൽകുന്ന സന്ദേശം. ഇതിൽ എടുത്തു പറയേണ്ടത് ചൈനയുമായുള്ള ഇറാൻ്റെ ബന്ധമാണ്. ഇന്ന് നയതന്ത്രത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് ഇറാനും ചൈനയും തമ്മിൽ. മേഖലയിലെ സങ്കീർണമായ സുരക്ഷാ സാഹചര്യങ്ങളിലും ഇറാൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ ചൈന കാണിക്കുന്ന താൽപ്പര്യം ശ്രദ്ധേയമാണ്. ഇറാൻ്റെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ നല്ലൊരു ശതമാനവും വാങ്ങുന്ന ചൈന വെറുമൊരു വ്യാപാര പങ്കാളി എന്നതിലുപരി ഇറാൻ്റെ വികസന കുതിപ്പിലെ വിശ്വസ്തനായ തോഴനായി മാറിയിരിക്കുകയാണ്. റഷ്യയുമായുള്ള ഇറാൻ്റെ പ്രതിരോധ സഹകരണമാകട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ സൈനിക അച്ചുതണ്ടുകളിൽ ഒന്നായി വളർന്നു കഴിഞ്ഞു. റഷ്യയുടെ സൈനിക മികവും ഇറാൻ്റെ തന്ത്രപരമായ ഉൾക്കാഴ്ചയും ചേരുമ്പോൾ അത് ലോകശക്തികളെപ്പോലും അതിശയിപ്പിക്കുന്ന പ്രതിരോധ കവചമായി മാറുകയാണ്. മാത്രമല്ല, സഹന്ദ് 2025 എന്നത് വെറും ഒരു സൈനിക പരിശീലനം മാത്രമല്ല, മറിച്ച് ഇറാൻ ഇന്ന് ബഹുപക്ഷ സുരക്ഷാ സഹകരണങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇത് രാജ്യത്തിൻ്റെ ദീർഘകാല നയതന്ത്ര ദർശനത്തിൻ്റെയും തന്ത്രപരമായ സ്ഥിരതയുടെയും വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇറാനോടുള്ള ചൈനയുടെ സമീപനത്തിലുള്ള മാറ്റം ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് ജാഗ്രത പുലർത്തിയിരുന്ന ചൈന ഇന്ന് തുറന്ന മനസ്സോടെ ഇറാനൊപ്പം നിൽക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും സഹന്ദ് 2025 അഭ്യാസത്തിൽ ചൈനയുടെ സജീവ സാന്നിധ്യം ഇറാനെ ഒരു ഉത്തരവാദിത്തപരവും കരുത്തുറ്റവുമായ പ്രാദേശിക ശക്തിയായി ചൈന അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായിരിക്കുകയാണ്. ഊർജ്ജ സുരക്ഷ പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ പോലും ഇറാനുമായുള്ള സഹകരണം ചൈനയുടെ ദീർഘകാല താൽപ്പര്യങ്ങൾക്ക് അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് ഇന്ന് ബീജിങ്ങിനെ നയിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. ഡിസംബർ 1 മുതൽ 5 വരെ നടന്ന സംയുക്ത സൈനിക ഓപ്പറേഷനുകളും തന്ത്രപരമായ മാനുവലുകളും കമാൻഡ് പരിശീലനങ്ങളും ഇറാൻ എത്രത്തോളം സൈനികമായി തയ്യാറാണെന്നതും നയതന്ത്രമായി പക്വത കൈവരിച്ചതുമായ രാജ്യമാണെന്നത് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞതുമാണ്. സുരക്ഷാ ഘടനയ്ക്കുള്ളിൽ ഇറാൻ ഒരു ശക്തമായ വിശ്വസനീയമായ പങ്കാളിയാണെന്നത് ഈ അഭ്യാസം എല്ലാ അംഗരാജ്യങ്ങൾക്കും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ഇറാൻ്റെ ആത്മവിശ്വാസവും ധൈര്യവും കൂടുതൽ ഉയർത്തിയ ഘട്ടമായി മാറുകയും ചെയ്തു. കാലക്രമേണ ഇറാനോടുള്ള അന്താരാഷ്ട്ര സമീപനങ്ങൾ മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ 2015 ജോയിൻ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ കരാർ നിർണായകമായിരുന്നു. ആണവ വിഷയത്തിൽ ഉത്തരവാദിത്തപരമായ സമീപനം സ്വീകരിച്ച ഇറാൻ ആഗോളതലത്തിൽ വിശ്വസ്തത നേടിയെടുക്കുകയും ചെയ്തു. ഈ പ്രക്രിയയിൽ ചൈന നിർണായകമായ പങ്കുവഹിച്ചതും ടെഹ്റാനെ ഒരു വിശ്വസനീയ പങ്കാളിയായി ഉയർത്തുന്നതിൽ സഹായിച്ചു ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ചൈന അമേരിക്ക മത്സരം ശക്തമായതും ഊർജ്ജ സ്രോതസ്സുകളുടെ വൈവിധ്യം ഉറപ്പാക്കാനുള്ള ചൈനയുടെ ആവശ്യകതയും ഇറാനുമായുള്ള ബന്ധത്തെ കൂടുതൽ തന്ത്രപരമായി ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാൻ-സൗദി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് ഇറാൻ പ്രാദേശിക സ്ഥിരതയ്ക്കും സമാധാനത്തിനും സംഭാവന ചെയ്യുന്ന ധൈര്യമുള്ള രാഷ്ട്രമെന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയായിരുന്നു. ഇത് ഇറാൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആഗോളവേദിയിൽ രാജ്യത്തിന് പുതിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഏകപക്ഷീയമായ സമീപനങ്ങളെക്കാൾ ബഹുപക്ഷ സഹകരണത്തിനാണ് ഭാവിയെന്ന് ചൈന, റഷ്യ, ഇറാൻ കൂട്ടുകെട്ട് വ്യക്തമാക്കുന്നതായി നിരീക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട്. ഈ മുന്നേറ്റങ്ങളുടെ സ്വാഭാവിക തുടർച്ചയായി 2023 ഇറാൻ പൂർണ്ണ അംഗമായി മാറിയതിനെ തുടർന്ന് കൂട്ടായ്മകളിലേക്കും പ്രവേശിക്കുകയുണ്ടായി. ഇന്ന് ചൈന ഇറാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ്.
എണ്ണ കയറ്റുമതിയിൽ നിർണായകമായ പങ്കാളിത്തം വഹിക്കുന്നു എന്നതും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്നാൽ ഈ ബന്ധം സാമ്പത്തിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സുരക്ഷ, സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, നയതന്ത്ര സഹകരണം തുടങ്ങിയ മേഖലകളിലേക്കാണ് ഇത് വ്യാപിക്കുന്നത്. ഇത് ഇറാന്റെ ദീർഘകാല വളർച്ചയ്ക്കും ശക്തിക്കും വലിയ ഊർജം നൽകിയിരിക്കുകയാണ്. സുരക്ഷാ രംഗത്ത് റഷ്യയുമായുള്ള സഹകരണം ഇറാനെ കൂടുതൽ കരുത്തുറ്റതാക്കുകയാണ്. പരസ്പര വിശ്വാസത്തിലും തന്ത്രപരമായ യാഥാർത്ഥ്യങ്ങളിലും അധിഷ്ഠിതമായ ഈ ബന്ധം ഇറാനെ ഒരു പ്രാദേശിക സുരക്ഷാ ശക്തിയായി ഉയർത്തുകയും ചെയ്തു. എന്നാൽ സഹന്ത് 2025 അഭ്യാസത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഇറാൻ ഇന്ന് ബഹുമുഖ ബന്ധങ്ങളുമായുള്ള വിവിധ ശക്തികളുമായി ആത്മവിശ്വാസത്തോടെ ഇടപെടുന്ന ഒരു രാജ്യമാണെന്നും തെളിയിച്ചു കഴിഞ്ഞു. രഹസ്യാന്വേഷണ സഹകരണം, ഭീകരവാദ വിരുദ്ധ ശ്രമങ്ങൾ, സൈബർ സുരക്ഷ, അതിർത്തി നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ ഇറാൻ ഇന്ന് സജീവവും പ്രാധാന്യവുമുള്ള പങ്കാണ് വഹിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും ആഗോള നിലപാടും ഒരുപോലെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ എല്ലാ സംഭവവികാസങ്ങളും ചേർന്ന് വ്യക്തമാകുന്നത് ഇറാൻ ഇന്ന് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു എന്നതാണ്. ചൈന, റഷ്യ, ഇന്ത്യ എന്നീ ആഗോളവും പ്രാദേശികവുമായ ശക്തികൾ ഇറാനോടൊപ്പം ഒരേ വേദിയിൽ ഉറച്ചു നിൽക്കുന്നത് ഈ രാജ്യങ്ങളുടെ പരസ്പര വിശ്വാസത്തെയും തന്ത്രപരമായ അടുപ്പത്തെയും വ്യക്തമാക്കുന്നുണ്ട്. സൈനിക, നയതന്ത്ര, സാമ്പത്തിക മേഖലകളിൽ പരസ്പരം സഹായകരമായി പ്രവർത്തിക്കുന്ന ഈ 4 രാജ്യങ്ങൾ ഭാവിയിൽ ഒരു ശക്തമായ ഭൗമതന്ത്ര അച്ചുതണ്ടായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉയർന്നു വരുന്നുണ്ട്. സഹന്ത് 2025 പോലുള്ള അഭ്യാസങ്ങൾ ഈ അച്ചുതണ്ടിൻ്റെ ആദ്യ സൂചനകൾ മാത്രമല്ല, മറിച്ച് ആഗോള ശക്തി സമത്വത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളുടെ മുൻകൂർ അറിയിപ്പുകളാണ്. പാശ്ചാത്യ ലോകം നയിച്ചിരുന്ന ഏകധ്രുവ സമീപനത്തിന് പകരം ബഹുധ്രുവ ലോകക്രമം ശക്തിപ്പെടുത്തുന്ന ഈ ഘട്ടത്തിൽ ഇറാൻ, ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടുകെട്ട് നിർണായക പങ്കുവഹിക്കുമെന്ന് നിരീക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം തുടർന്നും ആഴപ്പെടുകയാണെങ്കിൽ അത് ഏഷ്യയെയും മിഡിൽ ഈസ്റ്റിലെയും സുരക്ഷാ സമവാക്യങ്ങളെ മാത്രമല്ല ആഗോള രാഷ്ട്രീയ ഗണിതത്തെ ആകെ സ്വാധീനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ശക്തികൾ ഈ ഉയർന്നുവരുന്ന അച്ചുതണ്ടിനെ വെറും പ്രാദേശിക സംഭവവികാസമായി കാണാനും സാധിക്കുന്നില്ല. ഇറാൻ, ഇന്ത്യ, ചൈന, റഷ്യ എന്നിവർ ചേർന്ന് രൂപപ്പെടുന്ന ഈ ശക്തി കേന്ദ്രം ഭാവിയിലെ ആഗോള രാഷ്ട്രീയത്തിലും സുരക്ഷാ ചർച്ചകളിലും നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒന്നായിരിക്കും എന്നും ഉറപ്പായിരിക്കുകയാണ്. ഇതോടെ ഇസ്രായേലിൻ്റെ നാശത്തിലേക്കുള്ള പാതയും തുറന്നു കഴിഞ്ഞു. അതിന് തുടക്കമെന്നോണം ഹരൂതി ജൂതന്മാരെ സൈന്യത്തിൽ ചേർക്കാനുള്ള ഉത്തരവിനെ ചോദ്യം ചെയ്ത് ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭം ഉണ്ടാവുകയുണ്ടായി. സംഘർഷത്തിൽ 13 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇസ്രായേലി സൈനികരുടെ ബസിന് നേരെയും ആക്രമണമുണ്ടായി. സൈനിക സർവീസിന് പോകാതിരുന്ന ഹരൂതി ജൂതന്മാരെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രക്ഷോഭകർ ഒരു പോലീസ് വാഹനം മറിച്ചിടുകയും ചെയ്തു. മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയ പോലീസുകാരും ആക്രമണത്തിന് ഇരയായി. പ്രദേശത്തുകൂടെ കടന്നുപോയ ഇസ്രായേലി സൈന്യത്തിൻ്റെ ബസിന് നേരെയും ആക്രമണമുണ്ടായി. ചരിത്രപരമായ പലസ്തീനിൽ 1948 ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം സ്ഥാപിച്ചതിന് ശേഷം നിരവധി പേരെ സൈന്യത്തിൽ എടുത്തെങ്കിലും ഹരൂതി ജൂതന്മാരെ സൈന്യത്തിൽ ചേർക്കില്ലായിരുന്നു. മതപഠനം മാത്രം മതിയെന്ന നിലപാടുകാരാണ് ഹരൂതികളെന്നായിരുന്നു കാരണം. കൂടാതെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനും അവർ എതിരാണ്. എന്നാൽ തുഫാനുൽ അക്സയ്ക്ക് ശേഷം അധിനിവേശ പ്രവർത്തനങ്ങൾക്ക് സൈനികർ തികയാതെ വന്നതിനാൽ ഹരൂതികളെ സൈന്യത്തിൽ ചേർക്കാൻ സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. ഈ ഉത്തരവ് സുപ്രീം കോടതിയും ശരിവെച്ചു. ഇസ്രായേലി ജനസംഖ്യയിൽ 14% വരുന്ന വിഭാഗമാണ് ഹരൂതികൾ. മരിച്ചാലും സൈന്യത്തിൽ ചേരില്ല നിലപാടുകാരാണ് ഇവർ. ഇവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ ഉയരുന്നത്. നെതന്യാഹുവിൻ്റെ വീടിന് നേർക്കും ആക്രമണം ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്.